നമസ്കാരം. ഇന്ത്യൻ മുസ്ലിങ്ങൾ ദേശദ്രോഹികളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന വലിയൊരു ഭാഗം വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണിത്. ഭരണകൂടം തന്നെ നേരിട്ട് അത്തരത്തിൽ ചില പ്രചരണങ്ങൾ അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഇല്ല എന്നുണ്ടെങ്കിലും പ്രചരണത്തിൽ അതുണ്ട്. വളരെ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. അവരെയൊക്കെ ആക്രമിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു, അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കഥകളും അല്ലെങ്കിൽ ചരിത്രവും ഒക്കെ മറന്നുകൊണ്ട് ഈ വർത്തമാന കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ അവർ ജീവിക്കാൻ അർഹരല്ല എന്ന് പോലും മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ അടുത്ത കാലത്തായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമ്മുടെ നേതാക്കന്മാർ ചിലരൊക്കെ ആ രീതിയിൽ പേരെടുത്തുകൊണ്ട് തന്നെ ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങളൊക്കെ തീവ്രവാദികളാണ് എന്ന രീതിയിൽ പരോക്ഷമായെങ്കിലും പറയുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങളും ചില നിലപാടുകളും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ശരിക്കും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ വിപരീതമാണ് എന്ന് മനസ്സിലാവും. അതായത് ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശസ്നേഹികളായ ദേശീയത ഉൾക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ മുഴുവൻ എടുക്കണമെങ്കിൽ അത് ഇവിടുത്തെ ഭരണവർഗത്തെക്കാൾ കൂടുതൽ ഇവിടുത്തെ മുസ്ലിങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായത് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ തെളിവുണ്ട്. കാരണം ഈ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ട ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗം ചേർന്ന് നടക്കുന്നവർ പരിശ്രമിക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ ഒരു കാരണം. എന്നാൽ അതിലൊന്നും ഭയപ്പെടാതെ അല്ലെങ്കിൽ അതില് വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേശസ്നേഹികളായി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന മറ്റൊരു ഭാഗം. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശസ്നേഹം മുസ്ലിം വിഭാഗത്തിനാണ് കൂടുതൽ എന്ന് പറയേണ്ടി വരും. ഞാനത് ഇങ്ങനെ പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാനല്ല. ഈ വർത്തമാന കാലഘട്ടത്തിൽ ചേരി തിരിഞ്ഞു പോകുന്ന സമൂഹങ്ങൾ 2026 നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും മനുഷ്യനെ മനുഷ്യനായി കാണാതെ മനുഷ്യൻ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ പാഠപുസ്തകത്തിലും ഉണ്ടല്ലോ, ഇടതുവശത്ത് ആ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുന്നത് നമ്മൾ അതിൽ നിന്നൊക്കെ അകന്നു പോകുമ്പോൾ ഉള്ള ഒരു വിഷമമാണ്. എന്നാൽ ഇന്ത്യൻ മുസ്ലിമിന്റെ ഒരു മാതൃക ജമ്മു കാശ്മീരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉമർ അബ്ദുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒരു ഉദ്ഘാടന പരിപാടിക്ക് പോകുമ്പോൾ അത് ഖാദിയുമായി ബന്ധപ്പെട്ട് വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയാണ്. ആ വേദിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ റിബൺ വലിച്ചു കെട്ടിയിട്ടുണ്ട്. നമുക്കറിയാലോ, ഉദ്ഘാടനങ്ങൾ നടക്കുന്നത് റിബൺ കട്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഉമർ അബ്ദുള്ള നോക്കുമ്പോൾ ആ റിബണിന് ഒരു മൂവർണ്ണക്കൊടിയുടെ നിറമാണ്, അതായത് ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറം. ഇന്ത്യൻ ദേശീയ പതാക ഏതൊരു ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ്, അവന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതാണ്. അതിനെ അപമാനിക്കാൻ ഒരാൾക്കും, മുസ്ലിമിനെന്നല്ല ഒരൊറ്റ ഇന്ത്യക്കാരനും സാധിക്കില്ല. ഇതാണ് അതിന്റെ ഒരു വസ്തുത. ഒമർ അബ്ദുള്ള കറതീർന്ന ഒരു ദേശസ്നേഹി ആയതുകൊണ്ട് ഉദ്ഘാടനത്തിന് അത് കട്ട് ചെയ്യാൻ, അതായത് അത് മുറിച്ചുകൊണ്ട് നാടൻ മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ അയാൾ തയ്യാറായില്ല. അതായത് ദേശീയതയും ദേശസ്നേഹവും വാക്കുകളിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണമെന്ന് ഒരു ഇന്ത്യൻ മുസ്ലിം കൂടിയായിട്ടുള്ള ഒമർ അബ്ദുള്ള കാണിച്ചു തരാണ്. അദ്ദേഹം ആ ഉദ്ഘാടന പരിപാടി നടത്തിയത് റിബൺ മുറിച്ചല്ല, രണ്ടു വശത്തു നിന്നും അത്തരത്തിലൊരു ദേശീയ പതാകയെ അപമാനിക്കും വിധം ആ വിധത്തിൽ വലിച്ചു കെട്ടിയത് തന്നെ ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അഴിച്ചു മാറ്റിയ ശേഷം ഷോപ്പിന്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടാണ് അദ്ദേഹം അത് ഉദ്ഘാടനം നടത്തുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു മാതൃകയാണ്. ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ആരായാലും നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, അതുപോലെ ദേശീയ പതാക, ദേശീയ ഗാനം, ഇതിനെയൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് നിൽക്കേണ്ടത് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ അങ്ങനെ ആദരിച്ചും ബഹുമാനിച്ചും കഴിഞ്ഞു പോകുന്ന ജനങ്ങൾ, അത് ഏത് വിഭാഗങ്ങളായാലും, അവരെ സമാധാനപൂർവ്വം ജീവിക്കാൻ വിടേണ്ടത് മറ്റു വിഭാഗങ്ങളുടെ ഉത്തരവാദിത്വവുമാണ്. Different angles. Don't forget to subscribe and support this channel.